കുട്ടികൾക്കായിട്ട് രോഗം വന്ന് വലിയാൾക്ക് രോഗം വന്ന് കുട്ടികളെ തലയിൽ മുടിയില്ല വലിയാളെ തലയിൽ മുടിയില്ല. ഇപ്പൊ കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല. ഈ വെള്ളത്തിന്റെ കാരണം 2 വർഷത്തിന്റെ ഇടയിൽ എന്റെ ഉപ്പാപ്പി നഷ്ടപ്പെട്ടു പോയി, എന്റെ ഉമ്മാപ്പി നഷ്ടപ്പെട്ടു പോയി. ആരോട് ഇത് നമ്മൾ പറയും? കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലെ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് കമ്പനി മൂലം ഏകദേശം 28 വർഷത്തോളമായിട്ട് അനുഭവിക്കുന്ന ദുരിതമാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ മാലിന്യ പ്രശ്നവും അതുപോലെ കുടിവെള്ളം ആരോഗ്യ പ്രശ്നങ്ങളും. ഈ കാണുന്നതാണ് മുട്ടം കാവിലെ വളപ്പത്തോട്. പഴയങ്ങാടി ചൈനാക്ലേ കമ്പനിയിൽ നിന്നും വരുന്ന മലിനജലം ഒഴുകിയത് മൂലം മലീമസമായിട്ടുള്ള ഒരു തോടാണ് ഈ കാണുന്നത്. 5 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ ഏരിയയിലും, വീട്ടിലെ അവസ്ഥ തന്നെയാണ്. 3 മീറ്ററോളം ഈ താഴ്ന്ന ഈ ഫോം ക്രിയേറ്റ് ചെയ്ത് ഇത് ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ നമുക്ക് ആവശ്യം. കൃഷി നഷ്ടപ്പെട്ട് ജനങ്ങൾ നഷ്ടപ്പെട്ട് എത്രയോ ജനങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ചൈനാക്കിൽ വെള്ളത്തിന് മാത്രം. ശരാശരി പറഞ്ഞാല് ഞാൻ ഈ വീടെടുത്തിട്ട് 5 വർഷമായി. നമ്മളെ തോട് ഈ ചൈനാക്കളിന്റെ വെള്ളം വരുന്ന മാലിന്യം വരുന്ന തോട് ഇതോടായിട്ട് 25 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിന്റെ കളർ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതിപ്പോ കാണാതല്ല നമ്മൾ പറയുന്നത്, ക്യാമറ സൈഡ് അടക്കം ഈ സംഭവം പറയുന്നത്. 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം മുഴുവനായിട്ട് മാലിന്യത്തില് മുങ്ങിയിരിക്കുകയാണ്. 6 മീറ്ററോളം വീതിയും 4 മീറ്ററോളം ആഴവുമുള്ള ഒരു തോടായിരുന്നു ഇത്. ചൈനാക്ലയിൽ നിന്നും വരുന്ന ചെളിയും കെമിക്കലും ഒക്കെ അടങ്ങിയ ഒരു വെള്ളം അവിടെ നിന്നും ഒഴുക്കി വിടുക വഴി നമ്മുടെ നാടിന്റെ മുഴുവൻ കുടിവെള്ളവും അതുപോലെ തന്നെ സമ്പത്തും നശിച്ചിരിക്കുക. നിങ്ങൾ നോക്കി ഒരൊറ്റ തെങ്ങിനുണ്ടാ, തെങ്ങിന്റെ അവസ്ഥ നോക്കി, അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കി 10 കിലോമീറ്റർ നീളത്തിൽ നോക്കി ഏതെങ്കിലും തെങ്ങിന്റെ നല്ലൊരു തെങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു തേങ്ങ പോലും തെങ്ങിനില്ല, മുട്ട അടിച്ച മാതിരാ ഉള്ളത്. ഇതന്നെ ഇത് വിഷം തന്നെയാണ്, വേറൊന്നല്ല. കുടിക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല, കുടിക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല, അരക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല. ഇതിനെല്ലാം നമ്മൾ എവിടെ പോകും? ഈ 22 വർഷക്കാലം ഈ ഇവിടെ ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പല സമരങ്ങളും ഇതിനു മുമ്പ് നടത്തുകയുണ്ടായി. കണ്ണൂർ മാടായിപ്പാറയിൽ ചൈനാക്ലേ ഖനന കമ്പനിക്കെതിരെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഗ്രാമീണർ സമരത്തിലാണ്. കമ്പനിയുടെ മലിനീകരണം മൂലം മണ്ണിനും വെള്ളത്തിനും മനുഷ്യനും വിഷം തീണ്ടി. ഗ്രാമങ്ങൾ എന്തുകൊണ്ടാണ് വ്യവസായങ്ങളോട് ഏറ്റുമുട്ടുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മാടായിപ്പാറ. സമരങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് ഈ മണ്ഡലം ഭരിച്ചുകൊണ്ടിരുന്ന LDF MLA-മാരുടെയോ അതുപോലെ MP-യുടെയോ യാതൊരുവിധ സഹകരണമോ സപ്പോർട്ടോ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായത് ഷാജി സാഹിബ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റാണെങ്കിൽ ഞാൻ ഇത് ബന്ധാക്കുമെന്ന് പറഞ്ഞു. നമ്മളെ MLA-യും കൂടിയല്ല ഷാജി സാഹിബ്, ഹൈക്കോടതി നിയോജക മണ്ഡലത്തെ മെമ്പറാണ്. എന്നിട്ടും ഈ മാടായി പഞ്ചായത്തിൽ വന്നിട്ടാണ് ഈ കാര്യങ്ങളെ അന്വേഷിക്കുന്നത്. ഇതുവരെ നമ്മളെ മെമ്പർ പോലും വന്നിട്ടില്ല. ഈ കാവിലെ വളപ്പത്തോട് സന്ദർശിക്കുകയും KM ഷാജി MLA അന്ന് ഈ നാടിന് തന്ന ഒരു വാക്കുണ്ട്, അതായത് ഈ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ ചെയ്തിരിക്കുമെന്ന ഒരു ഉറച്ച വാക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് പോലും നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും ജനങ്ങളും പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് അന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഷാജി MLA അദ്ദേഹം ഈ സന്ദർശിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടുന്ന നടപടികൾ എടുക്കുകയും അതിന്റെ ഫലമായി ഈ വിഷമാലിന്യം വരുന്ന ഈ ചൈനാക്ലേ കമ്പനി അടച്ചുപൂട്ടാൻ സാധിക്കുകയും ചെയ്തു. KM ഷാജി MLA-യുടെ അതീവ ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ കമ്പനി അടച്ചുപൂട്ടാൻ സാധിച്ചു. നമ്മുടെ ഭാഗത്തുള്ള MLA എല്ലാതിരുന്നിട്ടും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത അദ്ദേഹത്തിന് ഈ ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ആ മണ്ഡലത്തിൽ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള ആ പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂടി ഈ പ്രദേശവാസികൾ ഒന്നിച്ചുണ്ടാവുമെന്നാണ് ഈ പ്രദേശവാസികളുടെ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന് കടിദ്വാനം ചെയ്ത KM ഷാജിയെ ഞാൻ അഭിനന്ദിക്കുകയും ഇതിന്റെ പ്രതിഫലം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.